അടുത്തൊരു ക്വസ്റ്റ്യൻ മെക്കാനിക്സ് ഓഫ് സോളിലെ 7th ക്വസ്റ്റ്യൻ ആണ്. ഈ ബ്രാസ് ബാർ ഹാവിംഗ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് 1000 mm സ്ക്വയർ ഈസ് സബ്ജക്ട് ടു ആക്സിയൽ ഫോഴ്സസ് as shown in figure. Find the total elongation of bar. Young's modulus എന്നിട്ടുണ്ട് 1.05 × 10⁵ Newton per millimeter square. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണ് 1000 mm സ്ക്വയർ. നമുക്ക് ടോട്ടൽ ഇലോങ്ങേഷൻ ഓഫ് ബാർ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബാർ തരുമ്പം ഈ ബാർ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ വെച്ച് മൊത്തത്തിൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഓരോ സെക്ഷനും ഇൻഡിവിജ്വലി ഇക്വിലിബ്രിയം ആയിരിക്കും. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ സെക്ഷൻ നമ്മൾ എടുത്തു. എപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അറ്റത്തുള്ള സെക്ഷൻ ആണെങ്കിൽ അറ്റത്തെ ആക്ടിന് ഫോഴ്സ് 50 kN ആണെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാകാൻ ഓപ്പോസിറ്റ് അതേ 50 തന്നെ വേണം. അപ്പോൾ എ ബിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 50, സോ ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഇനി നമുക്ക് ടോട്ടൽ ഇലോങ്ങേഷനാണ്. അപ്പോൾ ഈ ബാറിലുണ്ടായ ഇലോങ്ങേഷൻ എത്രയെന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഇലോങ്ങേഷൻ്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ. അതല്ലേ നമുക്കറിയാം ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ പി എൽ ബൈ എ. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് 15 kN. കിലോ എത്ര? 10⁻³ Newton. പി എൽ ലെങ്ത് എത്ര? ലെങ്ത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 600 mm ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ക്വസ്റ്റ്യനിലെ എല്ലാ ഏരിയ സെയിം ആണ് 1000 ഇൻറ്റു ഈ യങ്സ് മോഡുലസും ഒരേ മെറ്റീരിയൽ ആയതുകൊണ്ട് സെയിം 1.05 × 10⁵. ഇതാണ് ഫസ്റ്റ് സെക്ഷനിലെ ഇലോങ്ങേഷൻ. അതേപോലെ അടുത്തതിൻ്റെ കണ്ടുപിടിക്കണം. പക്ഷേ അടുത്തതാണ് കുറച്ച് ട്വിസ്റ്റ്. എന്താ? അടുത്ത ബാറ് അടുത്ത സെക്ഷൻ എടുത്തപ്പോൾ 80 kN. 80 kN ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്, 20 ഒക്കെ ഇങ്ങോട്ടൊക്കെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബി സി എന്ന് പറഞ്ഞ സെക്ഷൻ വരയ്ക്കുക. ബി സിയിലെ സെക്ഷനിൽ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ചെയ്താൽ 80 ഇങ്ങോട്ടാണ് അല്ലേ? 80 ഇങ്ങോട്ടാണ്. അപ്പോൾ ഇത് ബി സിയുടെ ലെഫ്റ്റ് അല്ലയോ? ലെഫ്റ്റ്. അപ്പോൾ ഫോഴ്സ് അറ്റ് ദാറ്റ് ലെഫ്റ്റ് അത് 80 തന്നെ. അത് ബിയോണ്ട് ലെഫ്റ്റിൻ്റെ അപ്പുറത്തുള്ള ഫോഴ്സ് അത് എത്ര? 50. ഇത് ഫോഴ്സ് അറ്റ് ദ ലെഫ്റ്റ്, ഇത് ബി സിയുടെ ലെഫ്റ്റാണ്. സോ ലെഫ്റ്റ് 18, ബിയോണ്ട് ലെഫ്റ്റ് 50. അപ്പം 50. അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റാണ്. അപ്പം നമുക്ക് 80 - 50 എത്ര? 30 kN. അപ്പോൾ 30 kN എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇങ്ങോട്ട് 80, അങ്ങോട്ട് 50. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ചെയ്താൽ വലിയ ഫോഴ്സ് ചെയ്താൽ 80. അപ്പോൾ 80ൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും 30 kN ആക്ട് ചെയ്തത്. മനസ്സിലായോ? ഇനി ഈ ബി സി ആ സെക്ഷൻ എടുത്തു. ബി സിയുടെ ആ സി എന്ന് പറഞ്ഞ പോയിന്റ്, ഈ സി എന്ന പോയിന്റിൽ ആക്ട് 20 kN എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ ഇത് ബി സിയുടെ റൈറ്റ്. അപ്പോൾ റൈറ്റിലെ ഫോഴ്സ് 20 kN. പിന്നെ ബിയോണ്ട് റൈറ്റ് ചെയ്താൽ 10 kN അങ്ങോട്ട് തന്നെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ആഡ് ചെയ്യാം. ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ ഫോഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ബി സിയുടെ റൈറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 20 ആണ്, ബിയോണ്ട് റൈറ്റിലും 10 ആണ്. പക്ഷെ രണ്ടിനും ഒരേ ഡയറക്ഷൻ ഉണ്ട്. 20 + 10 എത്ര? 30 kN സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. 30 kN. അപ്പോൾ ഈ ബാറിലെ ഫോഴ്സ് കണ്ടുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 30. അപ്പോൾ നമ്മളുടെ കണ്ടീഷൻ സെയിം ആയി, ഇക്വിലിബ്രിയം കണ്ടീഷൻ കിട്ടിയില്ലേ നമുക്ക്? ഇനി ചേഞ്ച് ലെങ്ത് പി എൽ ബൈ എ. ഇവിടുത്തെ പി എത്ര? 13 kilo 10⁻³ Newton. ലെങ്ത് ക്വസ്റ്റ്യനിൽ 1 meter ഈസ് 1000 mm ആണ്. ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണ് ബൈ ഈ 1.05 × 10⁵ മീറ്റർ സെയിം ആണ്. അപ്പോൾ രണ്ടാമത്തെ ലെങ്ത്തും കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തെ സെക്ഷൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. ആദ്യത്തെ ലാസ്റ്റിൻ്റെ എളുപ്പമാണ്. സി ഡി എന്ന് പറഞ്ഞ സെക്ഷൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക എളുപ്പം. ഞാൻ പറഞ്ഞുതരാം. സി ഡി നോക്കി ഇങ്ങോട്ട് 10 ആണ് ആക്ട് ചെയ്തത്. അപ്പോൾ ഉറപ്പായിട്ടും അതേപോലെ ഓപ്പോസിറ്റ് ഒരു 10 ആക്ട് ചെയ്താലേ അത് ഇക്വിലിബ്രിയം കണ്ടീഷനിലാവത്തുള്ളൂ. ഇങ്ങോട്ട് 10 ആണെങ്കിൽ അതേപോലെ ഇങ്ങോട്ട് 10. സി ഡിയിൽ ആകെപ്പാടെ നോക്കി ഇങ്ങോട്ട് 10. അപ്പോൾ ഉറപ്പായിട്ട് ഇവിടുത്തുള്ള എല്ലാ ഫോഴ്സും 10 ആയാലേ ഈ ഒരു സെക്ഷൻ സി ഡി ഇക്വിലിബ്രിയത്തിൽ ഇൻഡിവിജ്വലി ഇക്വിലിബ്രിയത്തിലാവും. അപ്പോൾ സി ഡിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 10 ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ചേഞ്ച് ലെങ്ത് ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ. പി എത്ര? 10 kN. ലെങ്ത് എത്ര? 1.2 മീറ്റർ. മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന 1200 mm ബൈ ഏരിയ 1000 ഇൻറ്റു അതേപോലെ യങ്സ് മോഡുലസ് 1.05 × 10⁵. അപ്പം ചേഞ്ച് ലെങ്ത് കിട്ടി. അപ്പം ഇതിൻ്റെ ചേഞ്ച് ലെങ്ത് കിട്ടി. ഇനി നിങ്ങൾ നോക്കുക, എ ബി സെക്ഷനിൽ ഫോഴ്സ് എങ്ങോട്ടാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളാണോ പുഷാണോ? പുള്ളാണ് അല്ലേ? വലിക്കുക ചെയ്യുന്നത്. വലിക്കുമ്പോൾ എന്താ? ഒരു ടെൻഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ടെൻഷൻ റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ ലെങ്ത്. അപ്പോൾ ഇതിവിടെ ടെൻഷനാണ്. അപ്പോൾ എ ബിയിൽ ടെൻഷനാണ്. ഇനി നിങ്ങൾ നോക്കിയേ, ബി സിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യണം. പുഷ് ചെയ്യുമ്പം കംപ്രസ്സാണ്. ഒന്നിന് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ കംപ്രസ്സാണ്. അപ്പോൾ ഡിക്രീസ് ഇൻ ലെങ്ത്. അപ്പോൾ ഇവിടെ ഏതാ? കംപ്രഷൻ അല്ലേ? കംപ്രഷൻ. ഇവിടെ നോക്കിയേ, ഇവിടെ ഏതാ? 10 എങ്ങോട്ടാണ്? സി ഡി എന്ന് പറഞ്ഞത് സി ഡിയിൽ ഇല്ലേ 10 ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടുന്ന് 10 ആക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഏതാ? ഇവിടെയും കംപ്രഷൻ അല്ലേ? കംപ്രഷൻ തന്നെ അല്ലേ? കംപ്രഷൻ തന്നെ ആണ്.
അപ്പം ഇതിൻ്റെ നെറ്റ് ലെങ്ത്ത് ചേഞ്ച് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇലോങ്ങേഷൻ ഓഫ് ബാർ എന്ന് പറഞ്ഞാൽ ടെൻഷൻ്റെ എപ്പോഴും ആഡ് ചെയ്യണം. ടെൻഷൻ്റെ വാല്യൂ ഡെൽറ്റ L1 മൈനസ് ഡെൽറ്റ L2 കംപ്രഷനാണ്. മൂന്നാമത്തെ സെക്ഷനും കംപ്രഷനാണ് L3. അപ്പോൾ ഇത് വാല്യൂ ആഡ് ചെയ്യുമ്പം നമുക്ക് എന്തായിട്ട് കിട്ടും? എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.1142 mm എന്ന് കിട്ടും ഫൈനൽ ഇലോങ്ങേഷൻ. അപ്പോൾ ടെൻഷൻ ആഡ് ചെയ്യും, കംപ്രഷൻ എപ്പോഴും സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ 0.1142 mm. Of solids അടുത്ത question. A rectangular bar made of steel is 2.8 m long and 50 mm thick. The rod is subject to an axial tensile load of 40 kN. The width of the rod varies from 75 mm at one end to 30 mm at other end. Find extension of the rod. Young's modulus is 2.2 × 10⁵ Newton per millimeter square. ക്വസ്റ്റ്യനിൽ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി ഇതൊരു റെക്ടാങ്കുലർ ടേപ്പറിംഗ് സെക്ഷൻ്റെ പ്രോബ്ലം ആണ്. ലെങ്ത് 2.8 മീറ്റർ ആണെങ്കിൽ മില്ലിമീറ്റർ കൺവേർട്ട് ചെയ്യാം. ബാക്കിയെല്ലാം മില്ലിമീറ്റർ യൂണിറ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷനാണ് for elongation or extension of bar. Delta L is PL by 18 to A minus B log A by B. അപ്പം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 0.76 mm elongation എന്ന് കിട്ടും.